ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഇന്ന് മുഹറം 10-ന്റെ നോമ്പും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബ്ലോഗിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നോമ്പ് നോക്കിയിട്ടുണ്ട്. ഇന്നലെ മുഹറം 9-ന്റെ നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് മുഹറം 10-ന്റെ നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ കഴിച്ചൊക്കെ എണീറ്റിട്ട് ഉമ്മ നല്ല ദോശയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉമ്മാക്കും ഉണ്ട് താത്താക്കും ഉണ്ട് എനിക്കും കൊണ്ടിട്ട് നോമ്പ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കടന്നുറങ്ങി. എന്നിട്ട് പിന്നെ രാവിലെ കുറച്ച് 8:30-9 മണിയൊക്കെ ആയിട്ടൊക്കെ എണീറ്റത്. പിന്നെ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്താ പറയാ, കുട്ടികൾ എന്തായാലും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫോണുമ്മ കളിച്ചിട്ട് അങ്ങനെ എന്താ പറയാ, രാവിലെ പിന്നെ ഫുഡൊന്നും കഴിക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ആക്കം പോലെ നീച്ചാൽ മതി എന്നുള്ള ഇതില് അങ്ങനെ കടന്നുറങ്ങിയിട്ട് പിന്നെ ഒരു 9 മണിയൊക്കെ ആയിട്ട് എണീറ്റ് കേട്ടോ. ഷെയ്തുബേബിക്ക് ഫുഡ് കൊടുത്തു, റഹീബക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഓലെ മുറ്റത്ത് ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ എനിക്ക് താത്താര് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇനി പുസ്തകത്താത്താണെങ്കിലും തസ്നത്താത്താണെങ്കിലും റഗ്നാസ്താത്താണെങ്കിലും ഓലൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷമാണ് കേട്ടോ. ഓല് വരുമ്പോ പിന്നെ ഉമ്മ നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കും കേട്ടോ. അല്ലെങ്കിലും ഉമ്മ ഉണ്ടാക്കും. പക്ഷേ എല്ലാരും പാടി വന്നിട്ട് നമ്മള് എന്താ പറയാ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ അതൊരു പ്രത്യേക വൈബല്ലേ. പിന്നെ എന്താ പറയാ, ഓൾക്ക് പിന്നെ ഉസ്താദ് വരികയാണെങ്കിലോ, ഓള് ഞാൻ പറഞ്ഞില്ലേ ഓള് ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കാന് വരുന്നേന്ന്. ഒന്നാമത് റെസ്റ്റ് എടുക്കാന്ന് വരികയെന്ന് പറയുന്നതിന്റെ കാരണം ഓള് വീട്ടിൽ ഒറ്റക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങോട്ട് തുടങ്ങിയാല് എന്താ പറയാ രാത്രി ആവോളം ആദ്യടൊപ്പം ഇസാമിന്റെ ഒപ്പം മോനിന്റെ ഒപ്പം ഒക്കെ ആയിട്ട് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കലും കാര്യങ്ങളും കൂടി ആയിട്ട് എന്താ പറയാ രാത്രി ആവോളം ഭയങ്കര എന്താ പറയാ റെസ്റ്റ് ഇല്ലാത്ത ഒരു കഥയാണ് കേട്ടോ. അപ്പൊ ഓള് ഈ ശനി ഞായറൊക്കെ ഒഴിവെത്തിയാല് നേരെ ഇങ്ങോട്ട് വരുന്നത് എന്താ പറയാ റെസ്റ്റ് എടുക്കാനെന്നൊക്കെ പറയട്ടോ. സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞാലും എന്താ പറയാ എല്ലാവരും ചെയ്തു തരും കേട്ടോ. അങ്ങനെ നമ്മള് അടിക്കലും തുടക്കലും പിന്നെ എന്താ അവിടെ സൈഡും കാര്യങ്ങളൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ ആയിട്ട് എന്താ പറയാ ചിക്കൻ നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടുവെച്ചേക്കുന്നു കേട്ടോ. പിന്നെ ഇതാ ഉമ്മ ഉള്ളി നുറുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ബിരിയാണി വെക്കാനായിട്ട് ഇന്നലെ നമ്മള് കപ്സ ഉണ്ടാക്കി. എന്താ പറയാ ഇന്നലെ കപ്സ വെള്ളം കൂടിയാൽ എന്താ പറയാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എന്താ പറയാ നമ്മ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനങ്ങനെ അടിക്കാൻ തുറക്കാതൊക്കെ ചെയ്തു. ഇമ്മയും ഉസ്താദി എന്താ പറയാ അടുക്കളയിൽ നിന്നിട്ടോ. അപ്പൊ ഇമ്മ ഈ വൈകുന്നേരം നമ്മൾ ഇനിയിപ്പോ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നിന്നാൽ എന്തായാലും ടൈം എന്തായാലും നേരം വെക്കും. അപ്പൊ ഉമ്മ രാവിലെ ഞാനീ പണി ചെയ്യുമ്പോ ഉമ്മയും താത്തി എന്താ പറയാ ഉള്ളും കാര്യങ്ങളൊക്കെ നുറുക്കി അതൊക്കെ പൊരിച്ചിട്ട് ബിരിയാണിക്കുള്ള ഇതും സെറ്റാക്കാണ് കേട്ടോ. എന്നിട്ട് ഉമ്മ അത് ബിരിയാണി ഉച്ചക്കനെ ഉണ്ടാക്കി വെക്കാണ് കേട്ടോ. എന്നാ പിന്നെ വൈകുന്നേരത്ത് പിന്നെ അതിന് ഇങ്ങോട്ട് മെനക്കെടണ്ടല്ലോ. പിന്നെ നമുക്ക് മധുരം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ. മധുരം വേണമല്ലോ, ഒന്ന് നല്ല സ്പെഷ്യലുള്ള ദിവസമല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മധുരം വേണം. അപ്പൊ ഉണ്ണിയപ്പത്തിരി ഇന്നലെ കൂട്ടി വെച്ചതാണ്, ഇന്നലെ ചുട്ടിട്ടില്ല. അപ്പൊ ഇന്നൊക്കെ അത് റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല മഴ പെയ്യാണ് കേട്ടോ. ഞാൻ തിരുമ്പിട്ട് ഓരോരുടെ സമയത്താണ് നല്ല മഴ പെയ്യാണ്. ആകെക്കൂടി വീട് എന്താ പറയാ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ടാവും ഇവര് വന്നാല്. കാരണം എന്താ പറയാ റയാന് ആരെങ്കിലും രണ്ടാളും പാടി അധികം കണ്ടാല് ഭയങ്കര കുറുമ്പാണ് കേട്ടോ. ഒറ്റക്കാവുമ്പോ അത്ര പ്രശ്നമില്ല. പക്ഷെ എന്താ പറയാ രണ്ടാളും പാടി എല്ലാരും പാടി കണ്ടാല് ആള് ഭയങ്കര എന്താ പറയാ വികൃതി ആവും കേട്ടോ. അപ്പൊ ഓനോട് ഒച്ചരിട്ട് എന്താ പറയാ വായില് വെള്ളം തന്നെ അല്ല കേട്ടോ. വായിലത്തെ വെള്ളം ഫുള്ള് വെറ്റിക്കണു. കാരണം എന്താ പറയാ അമ്മാതിരി കുറുമ്പുതാണ് കേട്ടോ. അപ്പൊ ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മ നല്ല ഉണ്ണിയപ്പം ചൂടാണ് കേട്ടോ. എന്റെ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി എന്റെ ഉമ്മാനെ പുകഴ്ത്തി പറയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അതെന്താ പറയാ അതില് പഴനുറുക്കും പിന്നെ പഴം ഇങ്ങനെ ഉടച്ചിട്ട് ചേർത്തതും പിന്നെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാല് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു 10-15 ഒറ്റയിരിപ്പില് കഴിക്കും കേട്ടോ. പക്ഷെ എന്താ പറയാ ഇപ്പൊ പിന്നെ കുറച്ച് നിയന്ത്രിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇമ്മാതിരി നമ്മള് ഭക്ഷണം കഴിച്ചാല് നമുക്ക് ഇപ്പൊ തന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ എന്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാന്
എന്താ പറയുക കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ട്ടോ. കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ കോറ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ 2-3 ദിവസത്തിനാണ് ഉണ്ടാക്കി വെക്കാറ് ചെയ്യല്. അപ്പോൾ കോറക്കുറുക്കും ഉണ്ടാക്കാണ്. പിന്നെ എന്താ പറയുക ഇനി മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയമായിക്കോളും. അപ്പത്തേന് നമ്മൾ ബേബിക്ക് ഫുഡ് കൊടുത്തിട്ട് സെറ്റാക്കി ഇരുന്നാലുള്ളൂ നമുക്ക് നോമ്പറക്കുമ്പത്തിന് ഒക്കെ റെഡി ആവുള്ളൂ ട്ടോ. എല്ലാരും വന്ന് എന്താ പറയാ ഷെയർ ചെയ്യാന് പിന്നെ ഒരു ഫുഡൊന്നും വേണ്ടട്ടോ. പിന്നെ വായിക്കും വേണ്ട ഒരു സംഭവം വേണ്ടട്ടോ. ഫുൾ ടൈം കളിയിൽ തന്നെയാണ്. പിന്നെ നമ്മള് നോമ്പറക്കുമ്പത്തിന് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നോമ്പ് 30 ദിവസം എന്താ പറയാ നാരങ്ങ വെള്ളം ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവലില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഇഷ്ടാട്ടോ നാരങ്ങ വെള്ളം എനിക്ക്. കാരണം നോമ്പിന് ട്ടോ നോമ്പിന് നമ്മൾ നോമ്പറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നോമ്പറന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ട്ടോ. പിന്നെ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല. നമ്മളാ കുടിക്കുന്ന ടൈമില് വെള്ളം നാരങ്ങ വെള്ളം ആവണം ട്ടോ. അതും കുറച്ച് തണുപ്പും വേണം ട്ടോ. അപ്പൊ അങ്ങനെ നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് ട്ടോ. ഉമ്മാക്ക് മധുരം വല്ലാണ്ട് പറ്റൂല. ഉമ്മാക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ ഉമ്മ ഉപ്പിട്ടിട്ടുണ്ടാക്കി വെച്ചു. ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടും ഉണ്ടാക്കി വെച്ചിട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിന് ഞാൻ ഉപ്പിട്ടിട്ട് കുടിച്ചിട്ടുണ്ട് ട്ടോ. കാരണം ഉപ്പിട്ട് കുടിച്ചാൽ നമുക്ക് നല്ല ക്ഷീണത്തിന് നല്ല ആശ്വാസമാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയാ അത് എന്താ പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉപ്പിട്ടിട്ട് കുടിച്ചാല്. പിന്നെ ഇന്നലെ എടുത്ത് വെച്ച കുറച്ച് വത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. അത് പകുതി എന്താ പറയാ എലി ചോരന്റെ പോലെ താത്താന്റെ കുട്ടികളൊക്കെ അത് പരുവത്തിലാക്കി വെച്ചുകൊള്ളു കേട്ടോ. എല്ലാരും ഓരോരുത്തര് എന്താ പറയാ ഓരോ ടൈമില് അടുക്കളയിൽ പോയിട്ട് അതിന്റെ പകുതി മുക്കാൽ തിന്ന് കഴിച്ചുകൊള്ളു കേട്ടോ. പിന്നെ നല്ല അടിപൊളി ബിരിയാണി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ചായ കേട്ടോ, നല്ല പാൽ ചായ ഏലക്കായും ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയ ചായ കേട്ടോ. ചായ ഞാനത് ഉണ്ടാക്കല്. ചായ ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് ഉമ്മയും താത്തൊക്കെ പറയട്ടോ. അങ്ങനെ ഉണ്ണിയപ്പം റെഡിയായി. പിന്നെ അതിന് ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ നോമ്പറക്കാണ് കേട്ടോ. പിന്നെ ഇന്ന് ഈ വൈകുന്നേരത്താണ് ഉള്ളി ഉണ്ടാക്കാൻ ഓർമ്മ വന്നത്. കാരണം ഇന്ന് അങ്ങനെ ഓരോ തിരക്ക് പെട്ടിട്ട് ഞാൻ മറന്നിട്ടോ. അപ്പൊ ഉസ്താദ് അങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടോ. നമ്മൾ നോമ്പറന്നതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേഗം പോയി നിസ്കരിച്ചു കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മള് നല്ല വയറ് നിറച്ചിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടോ. പിന്നെ എന്താന്ന് അറിയില്ല കേട്ടോ ഇന്ന് നോമ്പ് പറഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇങ്ങനെ നോമ്പ് പറഞ്ഞ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പൊ കുറച്ചു നേരം ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ നല്ലൊരു ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതും കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മളെ മാക്സിമം